നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ നമ്മളെ കളിയാക്കിയതിന്റെ പേരിൽ അത് അങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ പാട്ട് കളിയാക്കുന്നുണ്ടെങ്കിൽ ആ പാട്ട് മെച്ചപ്പെടാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കാം. പാട്ട് ഉപേക്ഷിക്കുകയാണ്, അതെല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട്, ആ പാട്ടിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങാൻ ഞാൻ ഒരുക്കമല്ല. എൻ്റെ പാട്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമം, ട്രോൾ ചെയ്യുന്നവർ നാളെ എൻ്റെ പാട്ട് നല്ലതെന്ന് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കുമെന്ന വാശിയോടെ ദൃഢനിശ്ചയത്തോടെ ഞാൻ മുന്നോട്ട് പോകും. ഈ ട്രെയിലറിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോത്തിന് താഴെ ഒരു കമന്റ് കണ്ടതാണ്, 0 ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്മാരാണ്. കാരണം ഇപ്പം ഇന്ദ്രൻ ചേട്ടനായാലും ജഗദീഷ് ചേട്ടനായാലും പ്രശാന്ത് ചേട്ടനായാലും ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്മാരാണ്. അത് നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നാറുണ്ടോ? എങ്ങനെ നിങ്ങൾ അതിനെടുക്കണേ? ഞാൻ അറിയുന്നത് ഇനി ചിന്തിച്ചു നോക്കണം. ഹേറ്റേഴ്സ് ഇല്ലാത്ത എന്നൊക്കെ കേൾക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇവരെ ജഗദീഷ് ഇന്ദ്രൻ ചേട്ടനെയൊക്കെ നമുക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അത്രത്തോളം വർഷങ്ങളുടെ എക്സ്പീരിയൻസും അത്രത്തോളം ക്യാരക്ടേഴ്സും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും ഹേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പം പ്രധാനപ്പെട്ട വേഷങ്ങളിലിട്ട് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ ഹേറ്റ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. ഇത് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ പാളുമ്പോഴാണല്ലോ ഈ പറയുന്ന ഹേറ്റേഴ്സ് ഉണ്ടായി വരിക. അപ്പം ട്രെയിൻഡ് ആക്ടർ അല്ല ഞാൻ, ഒന്നും അഭിനയം പഠിച്ചിട്ട് വന്ന ആളല്ല. എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് സ്ക്രീനിൽ കണ്ട് ഞാൻ സ്വയം എഡിറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരുന്നൊരു ആക്ടറാണ്. ഇപ്പോഴാണ് ഇവിടെ ധാരാളം ആക്ടിങ് സ്കൂൾസും ട്രെയിനേഴ്സും ഒക്കെ വന്നു തുടങ്ങി. പക്ഷെ ഞാനിക്കിതുവരെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പം ഇപ്പം ഹ്യൂമർ ഞാൻ ചെയ്തത് ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടാണ് ഇന്ന സാധനങ്ങൾ ഒഴിവാക്കായിരുന്നു. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒരേ ടൈപ്പ് വേഷങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേഷങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ പ്രോസസ്സിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് നല്ല ഗ്യാപ്പിലാണ് പടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ച് വേഷങ്ങൾ അടുപ്പിച്ച് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഓരോന്നും ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ചാവയിലെ ചൊറിയൻ ക്യാരക്ടർ വർക്കായപ്പോഴത്തേന് കൂടുതലും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അതെനിക്ക് വളരെ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് കാണുമ്പോൾ എനിക്ക് തന്നെ ഇതിനകത്തിനും വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല എന്നുള്ളത്. ഹ്യൂമർ ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 2 സീൻ 3 സീൻ അല്ലെങ്കിൽ മാക്സിമം 5-6 സീനിൽ വരുന്ന ഹ്യൂമർ വേഷങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇതിനകത്താണ് ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ക്യാരക്ടർ, ഹ്യൂമർ സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം കിട്ടി. ഇനി ഞാനിത് സ്ക്രീനിൽ ഓഡിയൻസിൻ്റെ കൂട്ടിരുന്ന് കാണുമ്പോൾ മാത്രമേ എനിക്ക് ഈ പറയുന്ന പോലെ ഏതൊക്കെ ഏരിയ പാളിയിട്ടുണ്ടെന്നുള്ള ഓഡിയൻസ് റിയാക്ഷനിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ 0 ഹേറ്റേഴ്സ് പരിപാടി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല. ഇവരെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. ഇത്ര വർഷങ്ങൾ ഇത്ര സിനിമകൾ ഹേറ്റേഴ്സ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്.